ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ ഞാൻ കുക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ലോങ് ബ്രേക്കിന് ശേഷം ഇപ്പോഴാണ് ഒരു പുതിയതായിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോണത്. ഇതിൻ്റെ ആക്ച്വൽ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പുമുളകും ലൈറ്റ് ചാനലില്ലേ, പുള്ളിക്കാരിയുടെ പേര് സംഗീതമെന്നോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ ചാനൽ ഒരിടയ്ക്ക് ഭയങ്കര കോൺട്രാഡിക്റ്ററി ആയിട്ടുള്ള പല സംഭവങ്ങളും പറഞ്ഞിട്ട് എയറിലായിട്ടുള്ള ഒരു ചാനലാണ് അവരുടെ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ കുക്കിംഗ് വീഡിയോസ് എല്ലാം അടിപൊളിയായിട്ടാണ്. അവരുടെ ചാനൽ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന മസാല ദോശ. എന്നിട്ട് ഞാനത് സ്വന്തമായിട്ട് ഉണ്ടാക്കി നല്ല കിട്ടിലും റെസിപ്പിയായിരുന്നു അവരുടെ മസാല ദോശ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ പലതരത്തിലുള്ള റെസിപ്പീസും ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന്. അതായത് ഞാൻ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യണത്. പിന്നെ ഞാൻ അവരുടെ ചാനൽ റിഫർ ചെയ്യണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ദിവസവും നാളെ എന്തുണ്ടാക്കും മോളെ കറി എന്ന് ചോദിക്കുമ്പോൾ ഇവർ ചാനലിൽ കണ്ടിട്ട് ഞാൻ കുറേ കറി ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ടുള്ള ഉച്ചയൂണിൻ്റെ കറികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ചാനൽ എനിക്ക് കുറേ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെങ്കിലും ആ ആൻറ്റി ചെയ്ത ഒരു റെസിപ്പിയാണ്. ഇത് എഗ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. അത് നിങ്ങൾ തമ്പനയിൽ എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ ഈ റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ മതി. ഈ സാധനങ്ങളൊക്കെ ഓൾറെഡി കുറച്ച് സാധനങ്ങൾ മതി. അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് കുക്കറിനകത്ത് ആവാനുള്ളൊരു ടൈം മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിത് കുക്കർ അടുപ്പത്ത് വെക്കുക. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ബിരിയാണി അല്ലെങ്കിൽ ഗീ റൈസ് സംഭവമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് എണ്ണയും നെയ്യും മിക്സ് ചെയ്യും. പക്ഷേ എനിക്കത് തീരെ താല്പര്യമില്ല. എനിക്കത് ഗീയിൽ തന്നെ ഉണ്ടാക്കണതാണ് ഇഷ്ടം. അപ്പം ഞാൻ ആദ്യം തന്നെ കുക്കർ ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് നെയ്യ് ആവശ്യത്തിന് ചേർത്തു. ഞാനൊരു 4-5 സ്പൂൺ നെയ്യൊക്കെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അത് ഓരോരുത്തർക്ക് ഇഷ്ടമാണല്ലോ നെയ്യുടെ ഫ്ലേവർ എടുത്ത് നിൽക്കണം. പക്ഷേ ഒരുപാട് എടുത്ത് നിന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ റെസിപ്പിയുടെ ഫ്ലേവർ അങ്ങോട്ട് ഒരു പൊടിക്ക് താഴോട്ട് താഴും. അപ്പോൾ താഴെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള നെയ്യ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഹോൾ സ്പൈസസിനകത്തുനിന്ന് കുറേശ്ശെ ഐറ്റംസ്, മറ്റേ ഏലക്ക ഒരെണ്ണം പൊളന്നിട്ട് അതിട്ട് കൊടുക്കുക. അതുപോലെ പിന്നെ എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല, സ്റ്റാർ പോലെ ഇരിക്കുന്ന സാധനം, കമ്മൽ പോലെ ഇരിക്കുന്ന സംഭവം, അങ്ങനത്തെ ഹോൾ സ്പൈസസ് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ. പിന്നെ കറുവാപ്പട്ട, അങ്ങനെ സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയത്തിനെക്കാട്ടിയും കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു സവോളയാണ്. അത് അതായത് കുനുകുനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടി കുറഞ്ഞ് നൈസായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള സവോളയും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പം എനിക്ക് ഉപ്പിടുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോള ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ നല്ലോണം അങ്ങോട്ട് ഉപ്പിട്ട് കൊടുക്കും. അതായത് ഏകദേശം നമ്മുടെ റെസിപ്പിക്ക് എത്ര ഉപ്പാണോ വേണ്ടത് അതിനാവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും അപ്പം തന്നെ. അതിന് 2 ഗുണങ്ങളുണ്ട്. ഒന്നാമത്തേത് സവോള നന്നായിട്ട് വഴന്നു വരും. രണ്ടാമത്തേന് ലാസ്റ്റ് നമ്മൾ ഉപ്പിടാൻ മറന്നുപോയി അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കില്ല. പിന്നെ ഈ ഗീ റൈസ് ബിരിയാണി പോലത്തെ സാധനങ്ങൾക്ക് നമ്മൾ ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഉപ്പിടുമ്പം ഉപ്പ് ഇച്ചിരി എടുത്ത് നിൽക്കാൻ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം അത്രയും അരി വെന്ത് നല്ല സെറ്റപ്പായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അതിന് ഇച്ചിരി ഉപ്പ് കൂടി നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ അതിന് ശേഷം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പം ഒരു ചെറിയ സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 അല്ലിയോളം ആവറേജ് സൈസുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത ഒരു 4 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അത് മിക്സിക്കകത്ത് ചെറിയൊരു പേസ്റ്റ് ആക്കണ്ട, നമ്മൾ മറ്റേ ചതച്ചെടുക്കത്തില്ലേ പുറകോട്ടാക്കിയിട്ട്, അപ്പോൾ അങ്ങനെ ചതച്ചെടുത്ത് അതാണ് പിന്നെ ഇതിനകത്തേക്ക് ഇട്ടത്. അതിനുശേഷം അതെല്ലാം നല്ലോണം അങ്ങോട്ട് വഴന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ തക്കാളി ഇടുക. തക്കാളി ഇടുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ചെറിയ സൈസ് തക്കാളി, ഇത് 2 ഗ്ലാസ് അരിക്കുള്ള അളവുകളാണ് കേട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തക്കാളി ഇടുമ്പോൾ ഉള്ള മെയിൻ സംഭവം എന്ന് വെച്ചാൽ തക്കാളി നല്ലോണം വഴന്ന് വരണം. അത് വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുത്ത് അത് ഫുള്ളായിട്ട് വഴന്ന് നല്ല സെറ്റായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ മസാലാസ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, പിന്നെ ഗരം മസാലയും ഏകദേശം 1 സ്പൂണിൻ്റെ, എനിക്ക് ഗരം മസാല പാക്കറ്റിനകത്തായിരുന്നു ഇരുന്നുണ്ടായിരുന്നത്. എന്നാലും ഏകദേശം 1 സ്പൂണിൻ്റെ അളവിനുള്ള അത്രയും സംഭവങ്ങളാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത്രയും പൊടി മാത്രമാണ് ശരിക്കും ഇതിനെ മസാല എന്ന് പറയണത്. അതായത് ആദ്യം നമ്മൾ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്തു, പിന്നെ സവോള ഇട്ടു, അത് ഉപ്പിട്ട് നല്ലോണം വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നല്ല വെണ്ണ പോലെ അലിയണം തക്കാളി ഇതിനകത്ത് ഇടുന്നിട്ട്, അതാണ് അതിൻ്റെ ടേസ്റ്റ്. നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. തക്കാളി അങ്ങനെ കിടന്ന് നല്ല വെണ്ണ പോലെ അലിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് ബാക്കി സാധനങ്ങൾ ഇടുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ വരിക. ഞാനൊരു പ്രൊഫഷണൽ ഷെഫൊന്നും അല്ല, പക്ഷേ എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം തക്കാളി ഇടുന്നതാണ് നല്ലതെന്ന്. പക്ഷേ അല്ല, എൻ്റെ
എൻ്റെ ഒരു അഭിപ്രായത്തിൽ തക്കാളി നിങ്ങൾ ആദ്യമേ ഇട്ട് അതിന് ശേഷം മസാലസ് ഇടുന്നതായിരിക്കും നന്നായിരിക്കുക. അപ്പോൾ നമ്മൾ ഈ മസാലാസൊക്കെ ഇട്ടു, അതായത് മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി 1 സ്പൂൺ, പിന്നെ ഗരം മസാല ഏകദേശം 1 സ്പൂൺ. ഇത്രയും സംഭവങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളത് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചത് നല്ലോണം ഇളക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊടികൾക്കൊരു പച്ചമണം ഉണ്ടല്ലോ, ആ പച്ചമണം മാറി എന്നാൽ പൊടികൾ ഓവറായിട്ട് മൂത്ത് പോകുന്നതിന് മുന്നത്തെ സ്റ്റേജ് വരെയും നമ്മൾ പൊടികൾ നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കളറെല്ലാം മാറി ഒരു സ്പെഷ്യലായിട്ട് നല്ലൊരു മണം വന്നു തുടങ്ങും. ഇനി ഈ സമയത്ത് ഞാൻ ആദ്യമേ ഇതിന് മുന്നോടിയായിട്ട്, അതായത് ഈ ഗീ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്ന ഗീ ഒക്കെ കുക്കറിനകത്ത് ഒഴിക്കുന്നതിന് മുന്നേ തന്നെ ആയിട്ട് ഞാൻ ആദ്യം അരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബിരിയാണി അല്ലെങ്കിൽ ഗീ റൈസ് ഉണ്ടാക്കാൻ എപ്പോഴും എടുക്കുന്നത് കൈമ റൈസാണ്. കാരണം കൈമ റൈസിനാണ് ലോങ് റൈസിനെ കാട്ടിയും എനിക്ക് ബിരിയാണിക്ക് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നിയിട്ടുള്ളത് കൈമ റൈസാണ്. അപ്പോൾ കൈമ റൈസ് ഞാൻ 2 ഗ്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ കൈമ റൈസ് ഏത് ഗ്ലാസ്സിലാണോ എടുക്കുക അതേ ഗ്ലാസ്സിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വെള്ളം എടുക്കുക. അപ്പോൾ കൈമ റൈസ് ആദ്യം നമ്മൾ നല്ലോണം കഴുകുക, നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഏകദേശം ഒരു 7 to 10 മിനിറ്റ് അത്രയും സമയം നമ്മൾ കൈമ റൈസ് വെള്ളത്തിൽ തന്നെ കുതിർത്ത് വെക്കുക. അതിനുശേഷം അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ ഈ മസാലാസൊക്കെ ഇട്ട് മസാല പൊടികളെല്ലാം ഇട്ട് സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ കൈമ റൈസ് ഇതിനകത്തേക്ക് ഇടുക. അപ്പം വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം. അപ്പം ഞാൻ 2 ഗ്ലാസ് അരി എടുക്കുന്നതുകൊണ്ട് 3 ഗ്ലാസ്സാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കണ വെള്ളം. അപ്പം വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനാണ്. അതുകൊണ്ട് അരി നമ്മൾ കഴുകി ഇടുമ്പോഴത്തേക്കും അതിനകത്ത് പിന്നെ പാത്രത്തിൻ്റെ അടിയിൽ നിന്ന് വെള്ളം ഇറ്റ് വീണ് അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ബിരിയാണി കുഴഞ്ഞു പോകത്തുള്ളൂ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരി എടുത്തുകൊണ്ട് 1 ഗ്ലാസ്സിന് 1.5 എന്നുള്ള കണക്കിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അതിനുശേഷം ഞാനിത് ഫുള്ളായിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റേജിൽ നമ്മൾ ഉപ്പിടുമ്പോൾ ഉപ്പ് കുറച്ചൊരു പൊടിക്ക് എടുത്ത് നിന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് റൈസ് വെന്ത് കഴിയുമ്പോഴത്തേക്കും കറക്റ്റായിട്ടുള്ള ഇതായിട്ട് വരുള്ളൂ. പിന്നെ ഉപ്പ് ഒക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സാണ്. ചില ആൾക്കാർ വളരെയധികം ഉപ്പ് കുറവായിരിക്കും കഴിക്കുക, ചില ആൾക്കാർക്ക് ഉപ്പിച്ചിരി എടുത്തുതന്നെ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ എന്താണെങ്കിലും അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ റൈസ് സെറ്റാവും. പിന്നെ നിങ്ങൾക്ക് മല്ലിയില അല്ലെങ്കിൽ പുതിന ലീവ്സ് അതൊക്കെ ഒരു ഡെക്കറേഷൻ സംഭവങ്ങളാണ് ശരിക്കും ഇതിന്. പക്ഷേ അത് ഇടണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ മറ്റേ മസാലയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും റൈസ് ഇടുന്നതിന് മുന്നേ ആയിട്ട് അതിനകത്ത് ഇടാവുന്നതാണ്. അല്ലെങ്കിൽ മല്ലിയില സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ലാസ്റ്റ് ഇതായി കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ സമയത്തോ ദം ചെയ്യുന്ന സമയത്തോ അങ്ങനെയൊക്കെ വെക്കാം. പക്ഷേ ഈ ബിരിയാണിക്ക് ദമ്മും കാര്യങ്ങളും ഒന്നുമില്ല. ഇത്രയും സംഭവങ്ങൾ നമ്മൾ കുക്കറിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒരൊറ്റ വിസിൽ, കറക്റ്റ് ഒരു വിസിലാകുമ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ഒരു വിസിലായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സംഭവം സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇതാ ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ടാ എടുക്കുകയുള്ളൂ ഇതിന്. ഇത് നമുക്ക് ഓഫീസിൽ കൊണ്ടുപോകാൻ പറ്റും, സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റും. രാവിലെ ധൃതിക്കൊക്കെ ആകുമ്പോൾ എല്ലാ ദിവസവും ഈ ചോറും കറിയും കൊണ്ടുതന്നെ കാട്ടി അല്ലെങ്കിൽ സാൻഡ്വിച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുതന്നെ കാട്ടി ഒരു വെറൈറ്റിയാണ്. ഇതിനകത്ത് മുട്ട നമ്മൾ ശരിക്കും മസാല ആവുന്ന സമയത്ത് ഞാൻ അതായത് ഉപ്പുമുളകിലായിട്ട് ആൻറ്റി ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട അതിനകത്ത് ആ മസാലയിലിട്ട് സോട്ട് ചെയ്തിട്ട് പിന്നെ മുട്ട മാറ്റും. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. എനിക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ മുട്ട സെപ്പറേറ്റ് ആയിട്ട് പുഴുങ്ങിയിട്ട് ബിരിയാണി ആയി കഴിഞ്ഞപ്പം പ്ലേറ്റിലേക്ക് എടുക്കുന്ന ടൈമിൽ മുട്ട അതിൻ്റെ കൂടത്തേക്ക് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ റൈസ് എല്ലാം നല്ല ഫ്ലഫിയാണ്. പിന്നെ ഈ റൈസിന് ചെറിയൊരു എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഗരം പിന്നെ പച്ചമുളക് പിന്നെ മുളക് പൊടി എല്ലാം ഇട്ടായിരുന്നു, ചെറിയൊരു എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒട്ടും കുക്കറിൻ്റെ അടിയിലോ സൈഡിലോ ഒന്നും ഒരു തുള്ളി പോലും പിടിക്കാതെ 100% സക്സസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. സാലഡിനൊപ്പം കഴിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറയണേ.